നമ്മോട് ഇന്ന് കർത്താവിൻ്റെ തിരുവചനം പങ്കുവെക്കുന്നത് ഡോക്ടർ ജോൺ ഡി ആണ്. യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. നമ്മുടെ ദൈവത്തിൻ്റെ പേര് ജീവനുള്ള ദൈവമെന്നാണ്. ബൈബിൾ ആവർത്തിച്ച് പറയുന്ന ഒരു പേരാണ് ജീവനുള്ള ദൈവം, ലിവിങ് ഗോഡ്. എന്ന് വെച്ചാൽ കൈയും കാലും കണ്ണും ഹൃദയവും ഒക്കെയുള്ള ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, ചലിക്കുന്ന ദൈവം, ഇടപെടുന്ന ദൈവം. ഹല്ലേലൂയ. ഈ ദൈവത്തെയാണ് നമ്മൾ ഇന്ന് രാത്രി ലോകം മുഴുവനും ഇരുന്നു കൊണ്ട്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഏതാണ്ട് 67ഓളം രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് മലയാളി മക്കൾ രാത്രിയിൽ നമ്മോടൊപ്പം ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വലിയ ഒരു കൂട്ടായ്മയിലേക്കാണ് നമ്മളെ കർത്താവ് വിളിക്കുന്നത്. 2 പേർ ഒരുമിച്ച് ചേർന്നാൽ അവരുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ഭൂഗോളത്തിന്റെ പല ഭാഗങ്ങളിലായി ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം കൂടെ ഈശോയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ എന്നുള്ള ഗാനത്തിന്റെ ഈരടികൾ ശാന്തമായിട്ട് പാടി വചനപ്രഘോഷണത്തിനായിട്ട് നിങ്ങളുടെ സഹോദരനായ എന്നെ കൂടെ പരിശുദ്ധാത്മാവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിക്കാം ഈശോയിൽ. അവിടെ നമ്മുടെ പിതാവാണ്. പിതാവേ, അവിടുത്തെ ആത്മാവിന് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ Holy Spirit of God, Father God, പിതാവേ, അവിടുത്തെ പൊന്ന് പരിശുദ്ധാത്മാവിൽ പറന്നിറങ്ങട്ടെ. ലോകം മുഴുവനിലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ചേർന്ന് പാടി ദാഹത്തോടെ ലോകം മുഴുവനിലും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിടുതൽ, അഭിഷേകം. സ്വർഗത്തിന്റെ പിതാവ് ഭൂഗോളത്തിന്റെ മേൽ ശാലോം നൈറ്റ് വിജിലിൽ ഭൂഗോളം അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. പൊന്നു പിതാവേ, പൊന്നു പരിശുദ്ധാത്മാവേ, സകല വിശുദ്ധരും മാലാഖമാരും വരട്ടെ. സകല പ്രവാചകന്മാരും രക്തസാക്ഷികളും സ്വർഗം മുഴുവൻ ഇറങ്ങി വരട്ടെ. എല്ലാ ഭവനങ്ങളിലും ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ആത്മാവേ, ആത്മാവേ, തീക്കട്ടകളായി തീജ്വാലകളായി ഇറങ്ങണമേ. ആത്മാവിന്റെ കൊടുങ്കാറ്റ് വീശട്ടെ പിതാവേ. Holy Spirit. ഒരിക്കൽ കൂടി ബ്രദർ പ്ലീസ്. Your power, your anointing. അപ്പാ പിതാവേ, പൊന്നു പിതാവേ, ചെങ്കടലിനെ 2ആയി പിളർന്ന പൊന്നു പിതാവേ, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഈ രാത്രിയിൽ അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഉയർത്തണമേ യേശുനാമം. കണ്ണുനീര് തുടയ്ക്കപ്പെടുന്ന രാത്രിയായി, അഭിഷേകത്തിന്റെ രാത്രിയായി, ചെങ്കടലുകൾ 2ആയി തുറക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. മാലാഖമാർ ഇറങ്ങി വരുന്ന രാത്രി, സ്വർഗദൂതന്മാർ ഇറങ്ങി വരുന്ന രാത്രി, വിശുദ്ധന്മാർ ഇറങ്ങി വരുന്ന രാത്രി, സ്വർഗം മുഴുവൻ ഇറങ്ങി വന്ന് ദൈവജനത്തിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന രാത്രി, ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹം, സൗഖ്യവും അഭിഷേകവും അനുഗ്രഹവും ഓരോ മകനിലും വെളിപ്പെടുന്ന രാത്രി, പരിശുദ്ധ കന്യകാ മറിയം ഇറങ്ങി വരുന്ന രാത്രി,
സകല വിശുദ്ധരുടെയും മധ്യസ്ഥം കിട്ടുന്ന രാത്രി. പിതാവേ, അങ്ങയുടെ കരം നീണ്ടുവരുന്ന രാത്രി. Mighty God, we worship you, we glorify your name. Holy Spirit, പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പ്രിയ പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും. ആബാ പിതാവേ, ആബാ പിതാവേ. എല്ലാവരും ചേർന്ന് സ്വർഗത്തിലെ പിതാവിനെ വിളിക്കും മക്കളെ. ലോകം മുഴുവനും ഒന്ന് ചേർന്ന് വിളിക്കാം. Mighty, mighty God, Father. പിതാവേ, പിതാവേ, ആബാ പിതാവേ, glory. ആബാ പിതാവേ, പിതാവേ. എല്ലാവരും ചേർന്ന് ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. കണ്ണുനീരോടുകൂടെ വിളിക്കാം. ആബാ പിതാവേ, അപ്പാ, അപ്പാ, പിതാവേ, പിതാവേ. വലിയ സ്നേഹത്തോടെ വിളിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. അപ്പാ പിതാവേ, ആബാ പിതാവേ, വിളിക്കുന്നപ്പാ, മക്കള് വിളിക്കുന്നു. പിതാവേ, ആബാ പിതാവേ. Oh, glory, glory, glory. Oh, mighty Jesus, mighty Holy Spirit, mighty Holy Spirit. ഇന്ന് രാത്രിയില് കർത്താവിന്റെ വചനത്തിലൂടെ, ഗാനങ്ങളിലൂടെ, ദിവ്യകാരുണ്യ ഈശോയുടെ ആരാധനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധ ജപമാലയിലൂടെ നമുക്കായി മധ്യസ്ഥം വഹിക്കുന്ന അമ്മയ്ക്ക് നന്ദി പറയാം. പിതാവെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. വലത് കരമുയർത്തി എല്ലാവരും ഈശോയെ സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ. ദൈവമക്കൾ എല്ലാവരും ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രി സംസാരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധ അൽഫോൻസാമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ രാത്രിയിൽ ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. There is power in the word of God. ദൈവത്തിൻ്റെ വചനത്തിൽ വലിയ ശക്തിയുണ്ട്. നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ ചിന്തിക്കുന്നത് 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം തിരുവചനങ്ങളാണ്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും
വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. ഞാൻ അവസാനം പറഞ്ഞ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? The Lord heard his prayer. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 34-ാമത്തെ വചനം പറയുന്നു, സത്യമായും ദൈവത്തിന് മുഖപക്ഷം ഇല്ല. God is not a respecter of persons. ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല, പക്ഷഭേദമില്ല. ദൈവത്തിന് ഒരാളോടും കൂടുതൽ സ്നേഹമില്ല. ദൈവത്തിന്റെ മക്കളാണ് നമ്മളെങ്കിൽ റോമാലേഖനം 2:11 വീണ്ടും പറയുന്നു, ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല എങ്കിൽ യാബസിന്റെ പ്രാർത്ഥന കേട്ട് യാബസിനെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് രാത്രിയിൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഹല്ലേലൂയ. കാരണം വചനം പറയാണ്, ദൈവത്തിന് മുഖനോട്ടം ഇല്ല, ദൈവത്തിന് പക്ഷപാതം ഇല്ല. ഒരാളെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ സകല വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കും. ശാലോം നൈറ്റ് വിജിലിൽ എനിക്കറിയാം, ഞാൻ ശാലോം കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നൈറ്റ് വിജിൽ കാണുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ഒരു 90% വ്യക്തികളും വലിയ കണ്ണുനീരോടുകൂടിയാണ് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. ജീവിതത്തിൽ സകല വാതിലുകളും അടഞ്ഞുപോയി, മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനം, തെരഞ്ഞെടുക്കപ്പെട്ട ജനം, യേശു ക്രിസ്തുവിന്റെ പൊന്നുമക്കൾ, പല ജാതിയിലും മതത്തിലും പെട്ടവർ, യേശുവേ എന്ന് വിളിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് സ്വർഗത്തിലെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ആ പിതാവിനെ വിളിച്ച് അപ്പാ പിതാവേ എന്ന് വിളിച്ച് പാടി ആരാധിക്കുമ്പോൾ ദൈവത്തിന് ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ ആദ്യം വായിച്ച വചനം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ നമ്മൾ ഇപ്രകാരം കണ്ടു, യാബസിന്റെ അമ്മ അവനെ വേദനയോടെ പ്രസവിച്ചു. എല്ലാ സ്ത്രീകളും വേദനയോടെയാണ് പ്രസവിക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, യാബസിന്റെ അമ്മ അവനെ വേദനയോടെ പ്രസവിച്ചു, എന്നിട്ട് അവന് യാബസ് എന്ന് പേരിട്ട് കൊടുത്തു. യാബസ് എന്ന വാക്കിന്റെ അർത്ഥം വേദന നിറഞ്ഞവൻ എന്നാണ്. ഞാൻ ഓർത്തുപോയി, ഈ യാബസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ വന്നിട്ട് അറ്റൻഡൻസ് വിളിക്കുകയാണ്, വേദന നിറഞ്ഞവൻ പ്രസന്റ് ടീച്ചർ. പുറത്തിറങ്ങുമ്പോൾ കുട്ടികളെല്ലാം വിളിക്കുകയാണ്, വേദന നിറഞ്ഞവനെ ഫുട്ബോൾ കളിക്കാൻ വരുന്നു, വേദന നിറഞ്ഞവനെ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നു, വേദന നിറഞ്ഞവനെ ഓടിച്ചാടിപ്പിടുത്തം കളിക്കാൻ പറഞ്ഞു. ആളുകളെല്ലാം ഇവനെ വിളിക്കുന്ന പേരാണ് വേദന നിറഞ്ഞവൻ. അവന്റെ പേര് വേദന നിറഞ്ഞവൻ എന്നായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ അവന്റെ പേര് തന്നെ ഒരു വല്ലാത്ത പേര്, അവന്റെ പേര് തന്നെ ഒരു അഭിമാനിക്കാൻ വകയില്ലാത്ത പേര്. പക്ഷെ പ്രിയപ്പെട്ടവരെ, യാബസ് പുറകോട്ട് പോയില്ല. യാബസ് പരാജയപ്പെടാൻ തയ്യാറായിരുന്നില്ല. യാബസ് ദൈവത്തെ വിട്ടകലാൻ തയ്യാറായില്ല. തനിക്ക് അങ്ങനെ ഒരു പേരിട്ട അമ്മയെ പ്രാകുവാനോ ശപിക്കുവാനോ അവൻ തയ്യാറായില്ല. എൻ്റെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ടു എന്ന് പറഞ്ഞ് ദൈവത്തെ ചോദ്യം ചെയ്യാനോ, ഇതെന്റെ ആന്തരിക മുറിവുകൾക്ക് എല്ലാം കാരണം അമ്മച്ചി ഇട്ട പേരാന്ന് പറഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് അമ്മച്ചി കുറ്റം പറഞ്ഞില്ല. പകരം അവനൊരു കാര്യം ചെയ്തു, അവന്റെ ദൈവത്തിലേക്ക് നോക്കി. എന്നിട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ 4 കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ 4 കാര്യങ്ങളും ഞാനും നിങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. അവൻ 4 കാര്യങ്ങൾ ചോദിച്ചു. 4 കാര്യങ്ങൾക്കും സ്വർഗത്തിലെ പിതാവ് അവന് മറുപടി കൊടുത്തെങ്കിൽ ഇന്ന് ഈ നൈറ്റ് വിജിൽ അവസാനിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം. We should seek God with all of our hearts. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ കൃപയുടെ സിംഹാസനത്തെ പിടിച്ചു കുലുക്കണം. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ കൃപയുടെ സിംഹാസനത്തെ ആദിമസഭയിലെ ദൈവജനം പിടിച്ചു കുലുക്കി. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, ദൈവത്തിനവർ സ്വസ്ഥത കൊടുത്തില്ല. ദൈവത്തിനവർ സ്വസ്ഥത കൊടുത്തില്ല. കൃപയുടെ സിംഹാസനത്തിൽ ദൈവത്തെ സമാധാനത്തോടെ ഇരിക്കാൻ അവർ അനുവദിച്ചില്ല എന്ന് സ്നേഹത്തിന്റെ ഭാഷയെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവർ പ്രാർത്ഥിച്ച് കൃപയുടെ സിംഹാസനത്തെ പിടിച്ചു കുലുക്കി.
ദൈവം രാത്രിയിൽ ഒരു ദൈവദൂതനെ അയച്ച് പത്രോസിനെ വിടുവിച്ചെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ, നമ്മുടെ ക്യാൻസർ രോഗങ്ങൾ, നമ്മുടെ മാരക രോഗങ്ങൾ, വിവാഹം നടക്കാത്ത അവസ്ഥകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, കോടതി കുടുംബ വഴക്കുകൾ, ജപ്തി നോട്ടീസുകൾ, ഇവയുടെ മേൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ പിതാവ് ദൂതനെയല്ല, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്നെ അയച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയുമായി യേശു ക്രിസ്തു കടന്നു വന്ന് നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കുന്ന ഒരു രാത്രിയായി ഇന്ന് രാത്രി മാറണം. ഹല്ലേലൂയ. ഞാനിത് വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ നൈറ്റ് വിജിൽ കഴിയുന്നതിന് മുമ്പ് ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദൈവമക്കൾ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി അറിയും. Call unto me, I will answer thee. ജെറമിയ 33:3. ദൈവത്തിന്റെ ടെലിഫോൺ നമ്പർ എന്നറിയപ്പെടുന്ന വചനം, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും. ഈ യാബസ് 4 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. 1, എന്നെ അനുഗ്രഹിക്കണമേ. 2, എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. 3, അങ്ങയുടെ കരം എന്നോട് കൂടെ ഇരിക്കണമേ. 4, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഈ 4 കാര്യങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. ശരിയല്ലേ? ആണ്. 4 കാര്യങ്ങൾ അവൻ പ്രാർത്ഥിച്ചു. ലോർഡ് ബ്ലെസ് മീ, എന്നെ അനുഗ്രഹിക്കണമേ. 2, എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. 3, അങ്ങയുടെ കരം എൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ. 4, എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. നമ്മൾ ഓരോന്നിലൂടെയും ഈ രാത്രിയിൽ വളരെ ചുരുക്കത്തിൽ കടന്നു പോകാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. വചനത്തിനായിട്ട് ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണം. ഓപ്പൺ യുവർ ഹാർട്ട്സ്. ദൈവത്തിന്റെ മുമ്പിൽ പറയണം, കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അങ്ങയുടെ വചനത്തെ ഞാൻ മാനിക്കുന്നു, അങ്ങയുടെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയമാകുന്ന നിലം ഞാൻ തുറന്നു തരികയാണ് കർത്താവേ. തേങ്ങ കുഴിച്ചിടുമ്പോൾ കിളിർത്തു വന്ന് തെങ്ങായി 10 വർഷം കഴിയുമ്പോൾ 100 കണക്കിന് തേങ്ങകൾ 2 മാസം കൂടുമ്പോൾ വെട്ടി ഇറക്കുന്നത് പോലെ, ഒരു മാങ്ങ കുഴിച്ചിടുമ്പോൾ മാവ് കിട്ടുന്നത് പോലെ അങ്ങയുടെ വചനത്തെ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കുഴിച്ചിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കിളിർത്ത് 100 മേനി ഫലം പുറപ്പെടുവിക്കണമേ. കരമുയർത്തി ഒന്ന് ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. എല്ലാ നിരാശകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ വിശ്വാസങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ അന്ധകാര ശക്തികളും മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് കടന്നു വന്ന് ഇന്ന് രാത്രി ലോകം മുഴുവൻ വലിയ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒന്നാമതായി യാബസ് പ്രാർത്ഥിച്ചത് ഇതാണ്, എന്നെ അനുഗ്രഹിക്കണമേ. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവം മനുഷ്യനെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചിട്ടാണ് ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു, ഒന്നിനും കുറവില്ല. സൂര്യൻ, തണുപ്പ്, വെയില്, വെണ്ടയ്ക്ക, മത്തങ്ങ, പടവലങ്ങ, അരി, ഗോതമ്പ് തുടങ്ങി സകല സാധനങ്ങളും ഒരു മനുഷ്യൻ എന്തെല്ലാം വേണമോ അത് മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മരണം പോലും ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. അത്രമാത്രം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യന്റെ പാപം മൂലം അത് സകലതും നമുക്ക് നഷ്ടമായി തീർന്നു. പക്ഷേ ദൈവം നമ്മളെ കൈവിട്ടില്ല. അവിടുത്തെ പുത്രനെ അവിടുന്ന് കാലത്തിന്റെ പൂർണ്ണതയിൽ അയച്ചുകൊണ്ട് നഷ്ടപ്പെട്ടത് മുഴുവൻ യേശു ക്രിസ്തുവിലൂടെ നൽകുവാൻ അവിടുന്ന് തിരുമനസ്സായി. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിന്റെ കർത്താവായി മാറുമ്പോൾ, ഭരണം നടത്തുന്നവനായി മാറുമ്പോൾ, ആധിപത്യമുള്ളവനായി മാറുമ്പോൾ, ലോർഡ് ആയി മാറുമ്പോൾ, ഭരണമുള്ളവനായി മാറുമ്പോൾ, യേശു പറയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ദൈവത്തിന് അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. സാമ്പത്തിക മേഖലകളിൽ തകർന്നിരുന്ന് ഇന്ന് രാത്രിയിൽ നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്കായുള്ള ദൈവത്തിന്റെ പ്രത്യേക വചനമാണ് ഞാൻ പറഞ്ഞത്. സുഭാഷിതം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം, കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ഹഗ്ഗായി 2:19 പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തോട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയണം, ഈ വചനം എനിക്കുള്ളതാണ്, ഞാനിത് പിടിച്ചെടുക്കുന്നു. കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്നു മുതൽ അവിടം തന്നെ അനുഗ്രഹിക്കുമെന്ന് ഹഗ്ഗായി 2:19 പറയുന്നെങ്കിൽ ഈ രാത്രിയിൽ ഞാൻ ഈ വചനം പിടിച്ചെടുക്കുകയാണ്. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം തന്നെയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഏറ്റു പറഞ്ഞേ, കർത്താവായ യേശുവേ, ഇന്നു മുതൽ
ഇപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമാണ്. ഹല്ലേലൂയ. സഹനങ്ങൾ പോലും അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 115 സങ്കീർത്തനം 12 വാക്യം, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. ഈ വചനം വായിക്കുമ്പോൾ ഒത്തിരി പ്രാവശ്യം പ്രിയപ്പെട്ടവരെ കരച്ചിൽ വരും. കാരണം 650 കോടി ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ ദൈവം പറയാണ്, മോനെ മോളെ, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. നമുക്ക് 12 മക്കളുണ്ടെങ്കിൽ 12 മക്കളെക്കുറിച്ചും ഒരു അപ്പനും അമ്മയ്ക്കും വിചാരമുള്ളതുപോലെ 650 കോടി മക്കളുള്ള ദൈവം പറയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്. ദൈവം നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെ വലിയ സന്തോഷത്തിന്റെ വാർത്തയാണ്. ഹല്ലേലൂയ. നമ്മൾ നിരാശപ്പെടരുത്. കാരണം ഇന്ന് രാത്രിയിൽ ഈ വചനം നമുക്കുള്ളതാണ്. എൻ്റെ ദൈവത്തിന് എന്നെപ്പറ്റി വിചാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ശാപം അവിടുത്തെ കരങ്ങളിൽ ഇല്ല. അത് പിശാചിന്റെ കയ്യിലിരിക്കുന്ന സാധന. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്കറിയാമോ, അനുഗ്രഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത് കൈകൾ ഇങ്ങനെ വിരിച്ചു പിടിച്ചിരിക്കും. സ്വാർത്ഥതയുടെ അടയാളം എന്ന് പറയുന്നത് കൈകൾ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കും. നമുക്കറിയാം, ഒരു കുഞ്ഞ്, ഞങ്ങൾ ലേബർ റൂമിലൊക്കെ പോസ്റ്റിംഗ് ഉള്ളപ്പോൾ കണ്ടിട്ടുണ്ട്, പ്രസവം എടുക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചോണ്ടായി ലോകത്തിലോട്ട് വരുന്നത്. എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈ ഇങ്ങനെ മുറുകെ, 2 കൈയും മുറുകെ പിടിച്ചോണ്ടാണ് എനിക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കുഞ്ഞും ഈ ലോകത്തിലേക്ക്. ഒറ്റ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ഇരിക്കത്തില്ല, എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കും. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം കാണുകയാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് കർത്താവ് ശിഷ്യന്മാരെ എല്ലാം ഒലിവ് മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 2 കരങ്ങളും ഉയർത്തി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കേ, ഇങ്ങനെ 2 കരങ്ങളും ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ കർത്താവ് വാനമേഘങ്ങളിൽ പൊങ്ങി പൊങ്ങി പോവുകയാണ്. അതായത് സ്വർഗത്തിലേക്ക് ലാസ്റ്റ് മൊമെന്റ് ചെല്ലുന്നത് വരെ കർത്താവിന് കൊതി തീരുന്നില്ല. കർത്താവിൻ്റെ 2 കരങ്ങളും മനുഷ്യവർഗത്തിന്റെ മേൽ അവിടെ നിന്ന് വിരിച്ചു പിടിച്ചു. അനുഗ്രഹിച്ച് 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 കൊതി തീരാതെ അവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോയി. സ്വർഗത്തിലെ പിതാവിൻ്റെ അടുത്ത് എത്തുന്നത് വരെ ആ കരങ്ങൾ നമ്മുടെ നേരെ അവിടെ നിന്ന് വിരിച്ചു പിടിച്ചു. അനുഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. തീർന്നില്ല. പിതാവിന്റെ വലതുഭാഗത്ത് എത്തിയിട്ടും അവിടുത്തെ കരങ്ങൾ നമ്മുടെ നേരെ വിരിച്ചു പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആരുടെ യോഗ്യതയല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇവിടെ ഇരുന്ന് ഹല്ലേലൂയ പാടുമ്പോൾ, അപ്പാ പിതാവേ എന്ന് പാടുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് യേശുവിന്റെ കരങ്ങൾ നീണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം ഞാനും നിങ്ങളും വിശ്വസിക്കണം. എൻ്റെ കർത്താവിന്റെ കരം എൻ്റെ നേരെ നീണ്ടിരിക്കുകയാണ്. അവരെ കൂട്ടിക്കൊണ്ടുപോയി കർത്താവ് അവരെ അനുഗ്രഹിച്ചുവെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിന്റെ 2 വാക്യം, ദൈവം അബ്രഹാമിനെ നോക്കി പറഞ്ഞു, എബ്രഹാം, ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിംഗ്. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. ശ്രദ്ധിക്കണം, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തോട് അനുഗ്രഹം ചോദിക്കരുത്. പകരം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു അനുഗ്രഹമായി മാറണം. ദൈവം തോമാച്ചനെ അനുഗ്രഹിക്കുമ്പോൾ തോമാച്ചൻ ഒരു അനുഗ്രഹമായി മാറണം. ദൈവം സണ്ണിക്കുട്ടിയെ അനുഗ്രഹിക്കുമ്പോൾ സണ്ണിക്കുട്ടി ഒരു അനുഗ്രഹമായി മാറണം. ദൈവം ഏലിയാമ്മയെ അനുഗ്രഹിക്കുമ്പോൾ ഏലിയാമ്മ ഒരു അനുഗ്രഹമായി മാറണം. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന തോമാച്ചന്മാരും സണ്ണിക്കുട്ടിമാരും മറിയാമ്മമാരും ഏലിയാമ്മമാരും പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് എന്നെ അനുഗ്രഹിക്കുമ്പോൾ ഞാനത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആവുകയില്ല, ഞാൻ അങ്ങയെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാൻ അങ്ങയെ അനുഗ്രഹിക്കും. ഞാൻ ഓർക്കുകയാണ്, ഞാനൊക്കെ വളരെ ചെറുപ്പമായിരുന്നപ്പോഴാണ്, ഏതാണ്ട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ബ്രദർ ബെന്നി പുന്നത്തറ, നമുക്കൊക്കെ പ്രിയപ്പെട്ട ബ്രദർ, ജോലി രാജിവെക്കുന്നു. ബാങ്കിലെ ജോലി രാജിവെക്കുകയാണ്. ഞാൻ അന്നേരം എൻ്റെ ബുദ്ധിയിലിരുന്ന് ചിന്തിച്ച്, ദൈവമേ, നല്ല ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജോലി ഈ ബ്രദർ എന്തിനാണ് രാജിവെച്ചതെന്ന് എൻ്റെ മനസ്സിൽ പല പ്രാവശ്യം ഇങ്ങനെ ചിന്ത പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുകയാണ്, ഷാലോം ടെലിവിഷൻ, ഷാലോം മാസിക, ഷാലോം പത്രം, ഷാലോം ടൈഡിങ്സ് തുടങ്ങി എന്തെല്ലാം പരിപാടികൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇനിയും എന്താണ്ടൊക്കെ വരാൻ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് കർത്താവിൻ്റെ പുറകെ ഈ മനുഷ്യൻ ഇറങ്ങുമ്പോൾ ഈ മനുഷ്യനെ നോക്കി ദൈവം പറയാണ്, ബെന്നി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു,
നീ ഒരു അനുഗ്രഹമായി മാറും. ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. യു വിൽ ബി എ ചാനൽ ഓഫ് മൈ ബ്ലെസ്സിങ്. നീ എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ചാനലായി മാറും. ഇവിടെ ഇരിക്കുന്ന ലോകം മുഴുവൻ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനോടും മകളോടും കർത്താവ് പറയുകയാണ്, വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പൈപ്പിലൂടെ ഒഴുകി വരുന്നത് പോലെ നിങ്ങളിലൂടെ ഓരോരുത്തരിലൂടെയും ഞാൻ എൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന നാളുകൾ വരുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ. സന്തോഷത്തോടെ. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഒരു ഡോക്ടറാകുമെന്നൊന്നും അന്ന് സ്വപ്നത്തിൽ വിചാരിച്ചൊരു കാര്യമല്ല. ഒരു സൈക്കിളാണ് ഞങ്ങളുടെ വീട്ടിൽ ആകപ്പാടുണ്ടായിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സ്കൂട്ടർ പോലും ഇല്ലാതിരുന്നൊരു വീടാണ് എൻ്റെ വീട്ടിൽ. ഞാൻ സ്കൂളിൽ പോകുന്ന ഒരു സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും കടന്നു വരുന്നത് വലിയ വിവരമില്ലെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പലപ്പോഴും ആപത്തുകളിൽ നിന്ന് ദൈവം രക്ഷിച്ച് അനുഗ്രഹിക്കുന്ന ഒരു വഴിയിലേക്ക് കൊണ്ടുവന്നു. ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ദൈവമേ, എത്രയോ അത്ഭുതകരമായ വഴിയിലൂടെ നീ എന്നെ കൈക്ക് പിടിച്ച് നടത്തി. ഹല്ലേലൂയ. ജോൺ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ സ്വാർത്ഥനായി ജീവിക്കരുത്. പകരം നിന്റെ ശബ്ദവും ആരോഗ്യവും എല്ലാം നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കി കളയണം. ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഇവിടെ ഇരുന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കണം, കർത്താവെ, അങ്ങനെ അനുഗ്രഹിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും മരുമക്കളും ചെറുമക്കളും മാത്രമായിരിക്കില്ല, കണ്ണുനീരോടുകൂടെ ഞാൻ കണ്ടുമുട്ടുന്ന കുറേ പേരുടെയെങ്കിലും കണ്ണുനീര് തുടയ്ക്കാൻ എൻ്റെ സമ്പത്ത് വിനിയോഗിക്കും എന്ന് ഞാൻ വാക്ക് തരുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, അങ്ങനെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിച്ചാൽ, എൻ്റെ കടബാധ്യത മാറ്റിത്തന്നാൽ ഞാൻ സ്വാർത്ഥതയോടെ ജീവിക്കുകയില്ല. കുറെ പേരുടെയെങ്കിലും, ഒരു 4 പേരുടെയെങ്കിലും കണ്ണുനീര്, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യം, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇത് പ്രസംഗിക്കുന്ന സമയത്ത് എന്നോട് പലരും വന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ ജോൺ, ഇതെല്ലാം പഴയ നിയമത്തിലല്ലേ ഈ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? പുതിയ നിയമത്തിൽ ദൈവം എവിടെയെങ്കിലും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അനേകർ ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നല്ല പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സ്ഥലത്ത് ദൈവം വചനം പറഞ്ഞിരിക്കുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വലതുകരം ഉയർത്തി പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗം കേൾക്കട്ടെ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം, ഒറ്റ അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 2-ാമത്തെ വാക്യം, വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ അഭിവൃദ്ധിപ്പെടട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു ധ്യാന അവസരത്തിൽ, ധ്യാനത്തിൻ്റെ അവസാനം കയ്യൊപ്പ് പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് ഒരു ചെറുപ്പക്കാരിയായ സഹോദരി കാണാൻ വന്നു. ഞാൻ ചോദിച്ചു, എന്താ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ടിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്, പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞാൻ ചോദിച്ചു, മോളെ എന്താണ് നിനക്ക്? വളരെ ചെറുപ്പക്കാരിയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, കേരളത്തിലെ ഒരു സ്ഥലം പറഞ്ഞു, വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ, അതായത് ഒരു ഓലക്കുടിലിൽ, ഒറ്റ മുറി മാത്രമുള്ള ഒരു ഓലക്കുടിലിൽ അപ്പനും അമ്മയും 4 പെൺമക്കളും. നിങ്ങൾ ഓർക്കണം, നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ്. ഈ അപ്പൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും, അദ്ദേഹം കായലിൽ പണിക്ക് പോകും. പക്ഷെ 4 മണിക്ക് അപ്പൻ എഴുന്നേക്കും, അമ്മ എഴുന്നേക്കും, അമ്മ കട്ടൻ ചായ ഇടും. 4:30 മണിയാവുമ്പോൾ 4 പെൺമക്കളെയും, അവർ 4 പേരും ഓരോ വയസ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ, 4 പേരെയും കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഉറക്ക ചടവുകൂടി അന്ന് അമ്മച്ചിയെ പ്രാകും. ഈ അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ 4:30 മണിയാകുമ്പോൾ തിരുഹൃദയ പടത്തിൻ്റെ മുമ്പിൽ 2 മെഴുകുതിരി കത്തിച്ചു വയ്ക്കും. മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കും. 4 പെൺകുട്ടികളും അപ്പനും അമ്മയും മുട്ടിന്മേൽ നിൽക്കും, ജപമാല കരങ്ങളിലെടുക്കും. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു 53 മണിജപം അങ്ങോട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ചൊല്ലും. മുട്ടുമേൽ നിന്ന് ചൊല്ലിക്കോണം. ഇത് കമ്പൽസറി ആയിട്ടൊരു ഓർഡറാണ്. ആദ്യമൊക്കെ ഒത്തിരി ദേഷ്യം വരുമായിരുന്നു, ഈ സഹോദരി പറയാം. പക്ഷേ പിന്നീട് അത് വലിയൊരു അനുഭവമായി മാറി. തൊട്ടടുത്തുള്ള വീട്ടുകാരി അപ്പനോടും അമ്മയോടും ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് ഭ്രാന്താണോ? ഈ 2.5 വയസ്സും 3.5 വയസ്സും 4.5 വയസ്സും 5.5 വയസ്സും ഒക്കെ ഉള്ളതുങ്ങളെ രാവിലെ 4:30 മണിക്ക് എഴുന്നേപ്പിച്ച് മുട്ടുമേ നിർത്തി ജപമാല ചൊല്ലിക്കാൻ നിങ്ങൾക്ക് ഭ്രാന്താണോ?
ഒരു ഉത്തരവും അപ്പനും അമ്മയും പറഞ്ഞില്ല. വളരെ പാവപ്പെട്ടവരായ അവര്. കാലം കടന്നുപോയി, ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ല. ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ 4:30 മണിക്ക് ഉറക്കൊഴിഞ്ഞിട്ട് എന്ത് കിട്ടി? മാത്രമല്ല പ്രിയപ്പെട്ടവരെ, 5 മണിക്ക് ജപമാല തീരും. 6:45 വരെ പിള്ളേർ പഠിച്ചോണം. 6:45 ഒരുങ്ങി പള്ളിയിൽ പോയിക്കോണം. വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ളവർ സ്വീകരിക്കണം. അല്ലാത്ത കൊച്ചുങ്ങളും പള്ളിയിൽ പോകണം. ഇത് നാട്ടുകാർക്ക് മുഴുവൻ ഒരു അത്ഭുതമായി മാറി. ഇവരുടെ വീടാണെങ്കിലോ ഓല വീടാട്ട് തന്നെ നിൽക്കുന്നു. ഈ സഹോദരി പറയാണ്, കാലം കടന്നുപോയി, 10ാം ക്ലാസ് കഴിഞ്ഞു, നല്ല മാർക്ക് കിട്ടി, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രി ചേർന്നു. അന്ന് +2 അല്ല, പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് ചേർന്നു. നേഴ്സിംഗ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അനേകം നല്ല വ്യക്തികൾ സഭയിൽ നിന്ന് തന്നെ കുറേ പേര് സഹായിച്ചു. ബഹുമാനപ്പെട്ട വൈദികർ സിസ്റ്റേഴ്സൊക്കെ കുറേ സഹായിച്ചു. നല്ല മനുഷ്യർ സഹായിച്ചു. ആദ്യത്തെ ആള് നേഴ്സിങ്ങിന് പോയി. കൃത്യം അടുത്ത ആളും ഇതുപോലെ തന്നെ നേഴ്സിങ്ങിന് പോയി. 3ാമത്തെ ആളും ഇതുപോലെ തന്നെ നേഴ്സിങ്ങിന് പോയി. 4ാമത്തെ ആളും ഇതുപോലെ തന്നെ നേഴ്സിങ്ങിന് പോയി. അപ്പൊ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, 4 പേരെയും കൂടെ നേഴ്സുമാരാക്കിയിട്ട് നിങ്ങൾ എന്നാ ചെയ്യാൻ പോവാണ്? ഇവരെ കല്യാണം കഴിക്കാനായിട്ട് ഇനി എന്നാ ചെയ്യും? വല്ലവനെയും പിടിച്ച് കെട്ടിക്കാൻ പറ്റുമോ? ജോലിയുള്ള ഒരുത്തനെ കെട്ടിക്കണ്ടേ? അതാ ഇതാ ടാട്ടാ ടാട്ടാ ടാട്ടാ. ഈ ടാട്ടാ ഒന്നും അവർ ഉത്തരം പറയാനായിട്ട് പോയില്ല. പ്രിയപ്പെട്ടവരെ, അവര് അന്നും നേഴ്സിംഗ് സ്കൂളിൽ, ഈ മകൾ എന്നോട് പറയാണ്, ഡോക്ടറെ, നേഴ്സിംഗ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും വെളുപ്പിനെ 4:30 മണിക്ക് എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്ന് എൻ്റെ റൂംമേറ്റ് പലപ്പോഴും എന്നെ പരിഹസിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമായ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് 4:30 മണിക്ക് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി എൻ്റെ അപ്പനും അമ്മയ്ക്കും സന്തോഷത്തോടെ മരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. എന്തു പറ്റിയെന്നറിയാമോ? കാലം കടന്നുപോയി. 4 പേരും അത്ഭുതകരമായി വിദേശത്ത് എത്തിച്ചേർന്നു. ഓരോ രാജ്യങ്ങളിലെ പരീക്ഷ, IELTS പോലുള്ള പരീക്ഷകൾ എത്തിച്ചേർന്നു. ഈ മകൾ, എന്നോട് സംസാരിച്ച മകൾ ഇംഗ്ലണ്ടിൽ, തൊട്ടടുത്ത മകൾ അമേരിക്കയിൽ, 3ാമത്തെ മകൾ ജർമ്മനിയിൽ, 4ാമത്തെ മകൾ ഓസ്ട്രേലിയയിൽ. 4 പേര് നേഴ്സാണ്. എന്നിട്ട് ഈ മകൾ കണ്ണുനീരോടെ എന്നോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയും കേരളത്തിൽ ഇല്ല എന്ന് പറയാം. 6 മാസം അവർ 2 പേരും കൂടെ അമേരിക്കയിൽ, 6 മാസം അവർ 2 പേരും കൂടെ ജർമ്മനിയിൽ, 6 മാസം അവർ 2 പേരും കൂടെ ഓസ്ട്രേലിയയിൽ, 6 മാസം അവർ 2 പേരും കൂടെ ഇംഗ്ലണ്ടിൽ. ഓരോ മക്കള് അവരെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. കാരണം അവരെ കല്യാണം കഴിച്ചിരിക്കുന്ന നല്ല പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. ജീസസ് യൂത്തിലൂടെ യേശുക്രിസ്തുവിനെ അറിഞ്ഞ 4 ചെറുപ്പക്കാരി മക്കളെ കല്യാണം കഴിച്ചതുകൊണ്ട് അവരുടെ കുടുംബജീവിതം സ്വർഗമാണ്. ഇന്ന് ആ നാട്ടിൽ 2 നില വീട് ആ ഗ്രാമത്തിൽ ഇവർക്ക് മാത്രമേ ഉള്ളൂ. കാറുള്ള ആ ഗ്രാമത്തിലെ ഏക വീട് ഇവരുടെ വീടാണ്. അന്ന് പരിഹസിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പൊ പ്രായമായി. അവരിപ്പൊ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ചുമ്മാതാണോ അന്ന് 4:30 മണിക്ക് 2.5 വയസ്സും 3.5 വയസ്സും 4.5 വയസ്സും 5.5 വയസ്സും ഉള്ള നിങ്ങളെ കുത്തിപ്പൊക്കി മുട്ടിന്മേൽ നിർത്തി ജപമാല ചൊല്ലിച്ചപ്പോൾ നമ്മൾ നാട്ടുകാർ പരിഹസിച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഈ കുടുംബത്തെ നോക്കി കൈയടിച്ചു. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം വ്യക്തമായിട്ട് 1-ാമത്തെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും. ഹല്ലേലൂയ. എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഇന്ന് രാത്രിയിൽ ഉറക്കം വന്നിട്ടും ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് വേറെ സിനിമ കാണാമായിരുന്നിട്ടും നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഉണർന്നിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നു, ജപമാല ചൊല്ലുന്നു, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പറയാണ്, എന്നെ മാനിക്കുന്ന എൻ്റെ മക്കളെ, എന്നെ ബഹുമാനിക്കുന്ന എൻ്റെ മക്കളെ, എന്നെ ആദരിക്കുന്ന എൻ്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങളെ ആദരിക്കും. എൻ്റെ കരം നിങ്ങളുടെ മേൽ നീണ്ടുവരും. അന്ന് ഞാൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. I will stretch out my hand and I will bless you. ഞാൻ എൻ്റെ കരം നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ ജനമേ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, വിട്ടുകൊടുക്കരുത്, തോറ്റുകൊടുക്കരുത്. നമുക്ക് ഒരു ബലം പിടുത്തം വേണം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു. നമ്മൾ സീറോ മലബാർ കുർബാനയിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ. ആരാണ് ഈ യാക്കോബ്? ഉൽപ്പത്തി 32:26, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയല്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു കടന്ന് ബലം പിടുത്തം നടത്തിയവൻ. ഹല്ലേലൂയ. ഞാൻ ഓർക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കൊരു മോളേ ഉള്ളൂ. അവൾ വളരെ കൊച്ചായിരുന്ന സമയത്ത് ഞാനും അവളും കൂടെ, ഭാര്യ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കാണും, ഡ്യൂട്ടി ടൈം മാറി വരും. അപ്പോൾ അവൾക്ക് 2 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാനും അവളും കൂടെ ഈ ഒളിച്ചോടിപ്പിടുത്തം കളിക്കും, സാറ്റ് കളിക്കും, എന്ന് വെച്ചാൽ അറിയാലോ അല്ലേ, ഒളിച്ചു കളി. ഞാൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും, അവൾ എന്നെ വന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇതാണ് കളി.
പക്ഷെ ഞാൻ ഈ ഒളിച്ചിരിക്കുന്ന സമയത്തെല്ലാം ഞാനൊരു കാര്യം ശ്രദ്ധിക്കും, എൻ്റെ മോൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലത്തെ ഞാൻ ഒളിച്ചിരിക്കത്തുള്ളൂ. എനിക്കറിയാം അവൾക്ക് ആകെപ്പാട് 2 വയസ്സേ ഉള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പോയിരുന്ന എൻ്റെ മോള് കളി തോക്കും. എൻ്റെ ആഗ്രഹം എൻ്റെ മോള് കളിയിൽ തോൽക്കാൻ പാടില്ല, ഞാൻ തോൽക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, എൻ്റെ മോൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയി ഒളിച്ചിരിക്കും. അങ്ങനെ എൻ്റെ മോൾ ആദ്യം സോഫ, കട്ടില്, ഡൈനിങ് ടേബിള്, അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അവസാനം അവൾ ഒരു കർട്ടൻ വന്നിങ്ങനെ മാറ്റും. ആ പപ്പായ കിട്ടിയേ എന്ന് പറയും. ഞാനും മോളും കൂടെ കെട്ടിപ്പിടിക്കും. കുറച്ചു നേരം അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തു നിൽക്കും. ഈ നിമിഷം ആ കളിയുടെ ക്ലൈമാക്സ് ആണ് പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിന്റെ നിമിഷമാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നു, സത്യമായും ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. പക്ഷെ എവിടെ യാക്കോബുമാരുണ്ടോ, എവിടെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെല്ലാം ദൈവത്തിന്റെ മുഖം തേടുന്നോ അവരുടെ മുൻപിൽ തോറ്റു തരാൻ സ്വർഗത്തിലെ പിതാവിന് സന്തോഷമാണ്. ഹല്ലേലൂയ. ദൈവം നോക്കുമ്പോൾ നമ്മൾ തീരെ ചെറുതാണ് പ്രിയപ്പെട്ടവരെ. ദൈവം മറഞ്ഞിരുന്നാൽ നമുക്കൊരിക്കലും ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ, ദൈവം ഒളിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ തേടുമ്പോൾ കർത്താവ് വെളിപ്പെടുകയാണ്. അതുകൊണ്ടാണ് ജെറമ്യാ 29 പറയുന്നത്, നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും. ഞാൻ ഈ കർട്ടന്റെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ട്, നീ എന്നെ കണ്ടെത്തും. തോറ്റു തരുന്ന ദൈവം. യാക്കോബ് ജയിച്ചതല്ല, ദൈവം തോറ്റു കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന് ദൈവത്തോട് ഒരിക്കലും ജയിക്കാൻ പറ്റുകയില്ല, ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം യാക്കോബിന്റെ മുമ്പിൽ തോറ്റു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ലോകത്തിന്റെ അവസാനം വരെ കുർബാനകളിൽ നിന്റെ പേര് പറയാൻ ഞാൻ ഇടയാക്കും. നിന്റെ കുടുംബത്തിലൂടെ എൻ്റെ പുത്രൻ കടന്നു വരികയും ചെയ്യും. ഇന്ന് രാത്രിയിൽ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങേ വിടുകയില്ല എന്ന് പറയുന്ന ഓരോ മകനെയും മകളെയും നോക്കി ദൈവം പറയാൻ, മറഞ്ഞിരിക്കുന്ന ഞാൻ പുറത്തേക്ക് വരും. രണ്ടാമത് യാബസ് പ്രാർത്ഥിച്ചത് ഇതാണ്, എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, നമ്മുടെ അതിര് വിസ്തൃതമാക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു അനുഗ്രഹം എല്ലാ വശത്തേക്കും നമുക്കുണ്ടായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ കുടുംബത്തിലെ പരസ്പര സ്നേഹം അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ മക്കൾ എല്ലാ വിധത്തിലും നമുക്കൊരു അഭിവൃദ്ധി ഉണ്ടാകണം. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. യെശയ്യാ 54-ാം അധ്യായം 2-ാമത്തെ വാക്യം, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശീലകളെ നീ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുക, നീ ഇരുവശത്തേക്കും അതിരെ ഭേദിച്ച് വ്യാപിപ്പിക്കും. ഹല്ലേലൂയ. ദൈവം പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളിൽ ഞാനൊരു സാക്ഷ്യം വായിച്ചു, വളരെ മനോഹരമാണ്. പട്ടാളത്തിലെ ജോലി ഉപേക്ഷിച്ച് നോർത്ത് ഇന്ത്യയിൽ പോയി കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു പഴയ പട്ടാളക്കാരൻ. ജോലിയെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പോയി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ഈ സമയത്ത് മക്കളെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഫീസ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം കുട്ടികളുടെ വാർഷികമാണ്, അതിന് ഇദ്ദേഹത്തിൻ്റെ മക്കൾ പാടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മക്കൾ ഏറ്റവും പഴയ ഉടുപ്പിട്ട് നിന്ന് പാടുകയാണ്. ഇദ്ദേഹവും ഭാര്യയും കൂടെ അവിടെ കടന്നു ചെന്നപ്പോൾ ബാക്കി കുട്ടികളുടെ ഒക്കെ മാതാപിതാക്കൾ വലിയ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് കാറിലും സ്കൂട്ടറിലും ഒക്കെ കടന്നു വരികയാണ്. ഇവർക്ക് മാത്രം ഒരു വണ്ടിയില്ല, സൈക്കിൾ പോലും ഇല്ല. ഇദ്ദേഹം ഒരു പഴയ ഉടുപ്പും ഒരു പഴയ പാൻറ്റും ഇട്ടിട്ട് മാതാപിതാക്കളുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുകയാണ്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, പണക്കാരായ മാതാപിതാക്കൾ എന്നെ അവഗണിക്കുന്നത് ഞാൻ കണ്ടു, പണക്കാരായ മാതാപിതാക്കൾ എന്നെ തിരിഞ്ഞു നോക്കാത്തത് കണ്ടു. 1000കണക്കിന് കുട്ടികളുടെ മാതാപിതാക്കളിൽ ഞാനും എൻ്റെ ഭാര്യയും ഏറ്റവും പാവപ്പെട്ടവരായി ദരിദ്രരായി ആ കൂട്ടത്തിലിരുന്നു. അദ്ദേഹത്തിന് സങ്കടം വന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി എല്ലാവരും അവരുടെ കാറും സ്കൂട്ടറും ഒക്കെ എടുത്തുകൊണ്ട് പോയി 10 കിലോമീറ്റർ ദൂരം നടന്നാണ് വീട്ടിൽ ചെല്ലുന്നത്. അവിടം വരെ ചെല്ലാനുള്ള വണ്ടിക്കൂലിയില്ല. അങ്ങനെ റോഡിലൂടെ രാത്രി 10 മണിക്ക് 10 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ അദ്ദേഹം ടാറിട്ട റോഡിൽ രാത്രി മുട്ടുകുത്തി നിന്നു. 2 കരങ്ങളും അദ്ദേഹം ആകാശത്തിലേക്ക് ഉയർത്തി. അദ്ദേഹം പറഞ്ഞു, പിതാവേ
പട്ടാളത്തിലെ എൻ്റെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ പുറകെ ഞാൻ ഇറങ്ങി. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു, എൻ്റെ മക്കൾക്കെല്ലാം ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണമേ. എൻ്റെ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധി കൊടുക്കണമേ. എൻ്റെ മക്കൾ മിടുക്കന്മാരായി തീരട്ടെ. ലോകത്തിലെ ഏറ്റവും വിദ്യാഭ്യാസം കൊടുക്കണമേ. ഞാൻ മറ്റൊന്നും ചോദിക്കുന്നില്ല. എൻ്റെ മക്കളുടെ ജീവിതത്തിലെ അതിരിനെ നീ വിസ്തൃതമാക്കണമേ. രാത്രി 10:30 മണിക്ക് ആ ടാറിട്ട റോഡിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് ഈ പഴയ പട്ടാളക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേതാണ്ട് 22-23 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഇന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ 3 മക്കൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. 3 പേര് അമേരിക്കയിൽ പോയി പഠിച്ചു. ഒരാൾ ഇന്ത്യയിൽ ഉന്നതമായ ബിരുദം സമ്പാദിച്ചു. 4 പേർക്കും ലോകത്തിലെ ഉന്നതമായ ഡിഗ്രികൾ നൽകി കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവ് പറയാണ്, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമ്മളോട് പറയാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ അടുത്ത നാളിൽ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായലച്ചനുമായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ എൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറയാണ്, ഡോക്ടർ ജോൺ, എപ്പോഴും ഡോക്ടറെ അഭിമാനിച്ചുകൊണ്ട് നടക്കണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ പൊന്നുമകൻ ഞാൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പൊന്നുമകൻ ഞാൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. എന്നിട്ട് വട്ടായലച്ചൻ പറയാണ്, വട്ടായലച്ചൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തെല്ലാം അവിടെ ധ്യാനകേന്ദ്രത്തിൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ദൈവത്തിന്റെ സ്വന്തം മകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു, ദൈവത്തിന്റെ പൊന്നു മകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു, ദൈവത്തിന്റെ വാത്സല്യ ഭാജനമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അച്ഛൻ എന്നോട് പറയാണ്, ഒരിക്കലും നിരാശപ്പെടരുത്. എത്ര വലിയ സഹനം വന്നാലും നിരാശപ്പെടരുത്. പകരം ദൈവത്തിന്റെ മകൻ ആണെന്നതിൽ അഭിമാനിച്ചുകൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. അതിൽ സന്തോഷിക്കണം. ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ ദൈവത്തിന്റെ പൊന്നു മകനും മകളുമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിൽ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ദൈവദാസനാണ് ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹം LLB പാസ്സായ ഒരു വക്കീലായിരുന്നു. അദ്ദേഹത്തെ ദൈവം സുവിശേഷ വേലയ്ക്കാട്ട് വിളിച്ചു. ബ്രദർ ചാൾസ് ഫിന്നിയെ വിളിച്ചത് നമ്മുടെ ബ്രദർ ബെന്നി പുന്നത്തറയെ വിളിച്ചതുപോലെ ജോലിയുള്ള ഒരു വ്യക്തിയെ ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, അമേരിക്കയെ എനിക്ക് തരണമേ. അമേരിക്കയിലെ സകല മ്ലേച്ഛത പ്രവർത്തിക്കുന്ന സിനിമാ തിയേറ്ററുകളും അടഞ്ഞു പോകട്ടെ. സകല മ്ലേച്ഛത, അശുദ്ധി പ്രവർത്തിക്കുന്ന, അശുദ്ധി കാണിക്കുന്ന സിനിമാ തിയേറ്ററുകൾ അടഞ്ഞു പോകട്ടെ. അദ്ദേഹത്തിന്റെ ടീമിലുള്ളവർ ചോദിച്ചു, ബ്രദറെ, ഇതെന്തൊരു പ്രാർത്ഥനയാണ്? സിനിമാ തിയേറ്റർ അടയ്ക്കാൻ ലോകത്തിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നല്ല സിനിമാ തിയേറ്റർ അടയ്ക്കാനല്ല ഞാൻ പ്രാർത്ഥിച്ചത്, മോശം സിനിമകൾ കാണിക്കുന്നത് അടയ്ക്കണം. അവർ പറഞ്ഞു, വേറെ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരെ, ആളുകൾ താങ്കളുടെ മീറ്റിംഗിൽ വന്നാൽ പോരെ? അദ്ദേഹം പറഞ്ഞു, നോ. അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഓരോ പ്രഭാതത്തിലും വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ മുഖം തേടി. 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത് ദൈവം കൊടുത്തു. പരിശുദ്ധാത്മാവ് അമേരിക്കയെ സ്പർശിച്ചു. പരിശുദ്ധാത്മാവ് അമേരിക്കയിലേക്ക് ഇറങ്ങി വന്നു. ആളുകൾ സിനിമയ്ക്ക് പോകാതെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഇദ്ദേഹത്തിന്റെ കൺവെൻഷൻ നടക്കുന്ന പന്തലുകളിലേക്ക് 10,000 ഓടിക്കൂടി. ഹല്ലേലൂയ. ഒടുവിൽ ചരിത്രം പറയാണ്, സിനിമാ തിയേറ്ററിൽ ആള് കിട്ടാതെ വന്നതുകൊണ്ട് സിനിമാ തിയേറ്ററുകൾ അടയ്ക്കേണ്ടി വന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ, ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ശുശ്രൂഷ പിന്നെ ആരും ചെയ്തിട്ടില്ല. ആരും പറയാതെ ജനങ്ങൾ സിനിമാ തിയേറ്ററുകളിലേക്ക് പോകുന്നതിന് പകരം ഈ മനുഷ്യന്റെ മീറ്റിംഗിൽ സംബന്ധിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചറിയാൻ ഇവർ കർത്താവിന്റെ ടെന്റിന്റെ താഴെ വന്നിരിക്കുകയാണ്. ഒടുവിൽ സിനിമാ തിയേറ്ററുകളുടെ ഉടമസ്ഥന്മാരെല്ലാം കൂടെ സംഘടിച്ചു. ചാൾസ് ഫിന്നിയെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സാർ, കറണ്ട് ചാർജ് അടയ്ക്കാൻ പോലും ഞങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല, ഞങ്ങളുടെ കുടുംബങ്ങൾ കടത്തിലാകും, താങ്കളുടെ ക്രിസ്തീയ മീറ്റിങ്ങുകൾ ഞങ്ങളുടെ തിയേറ്ററുകളിൽ വെച്ച് നടത്തി തരാമോ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് കറണ്ട് ചാർജ് എങ്കിലും അടയ്ക്കാൻ പറ്റും, ഞങ്ങളെ വഴിയാധാരമാക്കരുത്. അദ്ദേഹം പറഞ്ഞു, നടത്തി തരാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലത്ത് അശുദ്ധി പ്രവർത്തിച്ചിരുന്ന തിയേറ്ററുകളിൽ ദൈവത്തിന്റെ ആരാധന നടന്നു, ദൈവത്തിന്റെ നാമം പ്രഘോഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇറങ്ങി വന്നു, പാപികൾ മാനസാന്തരപ്പെടുന്ന അനുഭവമുണ്ടായി. അതിരുകളെ വിസ്തൃതമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാണോ? പെമ്മക്കളെ കെട്ടിക്കാൻ പറ്റാതെ വിഷമിക്കുകയാണോ? കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുകയാണോ? പറയണം, കർത്താവേ, എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ബഹുമാനപ്പെട്ട വട്ടായലച്ചൻ പറഞ്ഞ ഒരു സംഭവം കൂടെ ഞാൻ പറയാം. അച്ഛൻ പറയാണ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് 14 പേരുടെ അപ്പുറം വരത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ.
അച്ഛൻ പറയാണ് പാട്ടുകാരനെ വണ്ടിക്കൂലി കൊടുക്കാൻ പോലും പൈസ കിട്ടത്തില്ല. 14 പേരാണ് ഒരു ധ്യാനത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛനും ബഹുമാനപ്പെട്ട സോജി അച്ഛനും ടീം അംഗങ്ങളെല്ലാം കൂടി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിട്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 12 മണിക്കൂർ സമയം വെള്ളം പോലും കുടിക്കാതെ കരങ്ങളെ കോർത്ത് പിടിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു ഓഡിറ്റോറിയത്തിന്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വട്ടായിലച്ചൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇപ്പോൾ 14 പേരാണ് ഇവിടെ വരുന്നതെങ്കിൽ 14,000 പേര് ഇവിടെ വരട്ടെ. ബാക്കിയുള്ള അച്ഛന്മാർ ചോദിച്ച, അച്ഛ 14 പേർക്ക് വരും 140 പേരെ ചോദിച്ചാൽ പോരെ, ഈ 14,000ന്റെ കണക്ക് എവിടെ നിന്ന് വന്നു? അച്ഛൻ പറഞ്ഞു, ചോദിക്കുമ്പോൾ ദൈവത്തോടാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായിട്ട് എന്നെ അങ്ങ് ചോദിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിമാനം കയറി ആളുകൾ ഇവിടെ വന്ന് ധ്യാനം കൂടട്ടെ, ഇവിടെ നിന്നും വൈദികർ ലോകമെങ്ങും പോയി പ്രസംഗിക്കട്ടെ. അപ്പൊ ചില അച്ഛന്മാർ ചോദിച്ചു, അച്ഛാ, നമുക്ക് ആദ്യം കേരളം മുഴുവൻ പോയി പ്രസംഗിക്കാനായിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ? തിരുവനന്തപുരത്ത് നിന്ന് ഇടുക്കി നിന്നൊക്കെ ആളുകൾ വരാൻ പ്രാർത്ഥിച്ചാൽ പോരെ? ഈ അമേരിക്കയിൽ നിന്നൊക്കെ വന്ന് ധ്യാനം കൂടണമെന്ന് പ്രാർത്ഥിക്കണോ? അച്ഛൻ പറഞ്ഞു, മക്കളെ, യെശയ്യാ 54:2, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, തിരശീലകൾ വിരിക്കുക, കയറുകൾ അഴിക്കുക, നീളം കൂട്ടുക, നിന്റെ കുറ്റികളെല്ലാം അഴിച്ചുവിടുക. കർത്താവ് വചനത്തിൽ പറയാണ്, അതിരുകളെ വിസ്തൃതമാക്കുക. ഇന്ന് മാസാദ്യ വെള്ളിയാഴ്ചയിൽ 20,000-ഓളം അടുപ്പിച്ച ആളുകൾ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വട്ടായിലച്ചൻ ചോദിച്ച 14,000 എവിടെ കിടക്കുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, നിന്റെ അതിരുകളെ നീ വിസ്തൃതമാക്കുക. അവിടുത്തെ വൈദികർ ലോകമെങ്ങും പോയി പ്രസംഗിക്കുന്നു, ലോകമെങ്ങു നിന്നും ആളുകൾ വന്ന് ധ്യാനം കൂടുന്നു. ദൈവം പറയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കിതുപോലെ പ്രാർത്ഥനയിലൂടെ അതിരുകളെ വിസ്തൃതമാക്കാൻ സാധിക്കും. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ കരം എന്നോട് കൂടെ ഇരിക്കണമേ. സങ്കീർത്തനം 18:35, അങ്ങയുടെ വലം കൈ എന്നെ താങ്ങി നിർത്തി. യെസക്കേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു, ദൈവമായ കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. ഒരു പള്ളിയിലോ ധ്യാന കേന്ദ്രത്തിലോ അല്ല, യെസക്കേൽ വീട്ടിലിരിക്കുകയായിരുന്നു. യെസക്കേൽ വ്യക്തമായിട്ട് പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ഇംഗ്ലീഷ് ബൈബിൾ വളരെ മനോഹരമാണ്. ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ മീ. വലിയവനായ ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. യെസക്കേൽ പറയാണ്, ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ഇതുപോലെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ. ദ പവർ ഓഫ് ഗോഡ്, ദി അനോയിന്റിങ്, ദ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം. ഇത് പ്രാർത്ഥിച്ചു വാങ്ങിച്ച ഒരാളാണ് സഭയിലെ വിശുദ്ധ അന്തോനീസ്. പ്രൈസ് ദി ലോർഡ്. വെറും 30 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കപ്പൂച്ചൻ വൈദികനായിരുന്ന ഫാദർ ആന്റണി ഈ വചനം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, യെസക്കേൽ പ്രവാചകന്റെ മേൽ അങ്ങയുടെ കരം വന്നെങ്കിൽ എൻ്റെ മേൽ അങ്ങയുടെ കരം വരട്ടെ. കരം വന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വലിയൊരു സംഭവം ഉണ്ടായി. എന്നും പള്ളിയിൽ വരുന്ന ഒരു ചേച്ചിയുടെ ഭർത്താവ് വലിയ കുടിയനായിരുന്നു. പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ എന്നും കുനിച്ച് നിർത്തി നല്ല ഇടിയിടിക്കും. അങ്ങനെ ഒരു ദിവസം ഇയാൾ പറഞ്ഞു, ഇനി നീ ഒരിക്കൽ പോലും പള്ളിയിൽ പോകാൻ പാടില്ല. അവൾ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകും. എന്നാൽ നിന്നെ ഞാൻ കൊല്ലും. അവൾ പറഞ്ഞു, കൊന്നോളാൻ പറഞ്ഞു. പിറ്റെന്നും ഈ ഭാര്യ പള്ളിയിൽ പോയി, പാവം, എല്ലാം നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇയാൾ ദുഷ്ടനായിരുന്നു, ഇടിച്ച് ചമ്മന്തിയാക്കും. പിറ്റേ ദിവസം ഈ ഭാര്യ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഈ ദുഷ്ടനായ ഭർത്താവ് ഒരു കത്രി എടുത്ത് മുടിയെല്ലാം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. ഷേപ്പ് ബാർബർ ഷോപ്പിൽ പോയി വെട്ടുന്ന പോലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ വെട്ടി ഷേപ്പ് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നാളെ നീ പള്ളിയിൽ പോകുന്ന എനിക്കൊന്ന് കാണണി എന്ന് പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. പെണ്ണുങ്ങൾക്കൊരു ഗുണമുണ്ട്, തലമൂടി പള്ളിയിൽ പോവാം, ആരും അറിയല. ആണുങ്ങളാണ് കുഴഞ്ഞു പോകും. അവൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഉടുപ്പൊക്കെ എടുത്തിട്ട് തലയിലോട്ടൊരു തുണിയും ഇട്ട് പള്ളിയിൽ പോയി. പക്ഷെ പള്ളിയിലിരുന്ന അവൾ നിലവിളിച്ചു, കർത്താവേ, ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും കർത്താവേ? പള്ളിയിൽ പോകുമ്പോൾ ഈ തുണി ഇട്ട് വരാം, പുറത്ത് ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് കുർബാന കഴിഞ്ഞപ്പോൾ അവൾ മേടയിൽ പോയി ഫാദർ ആന്റണിയെ കണ്ടു. കുർബാന കഴിഞ്ഞിട്ട് ഫാദർ ആന്റണി, നമ്മുടെ അന്തോനീസ് പുണ്യാളൻ, 30 വയസ്സേ ഉള്ളൂ, അച്ഛൻ കൊച്ചച്ഛനാണ്. അച്ഛൻ അവിടെ ഇരിക്കുകയാണ്, ഒരു കപ്പൂച്ചൻ അച്ഛൻ. ഇവൾ എന്നിട്ട് ഇവളുടെ സ്കാർഫ് എടുത്തു മാറ്റി. എന്നിട്ട് പറഞ്ഞ, അച്ഛാ, ഇത് കണ്ടോ? ഫാദർ ആന്റണി ചോദിച്ചു, മോളെ, നിന്റെ മുടിക്ക് ഇതെന്ത് പറ്റി? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതെവിടെ കൊണ്ടുപോയി വെട്ടി? അപ്പൊ പറഞ്ഞു, വെട്ടിയതല്ല, വെട്ടിച്ചതല്ല, എൻ്റെ ഭർത്താവ് കുത്തി ഇളക്കി മറിച്ച് കളഞ്ഞതാണ്. കാര്യമെല്ലാം കൂടെ പറഞ്ഞു കൊടുത്തു. ഫാദർ ആന്റണിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അദ്ദേഹം പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ,
അവിടുത്തെ പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കാനാണല്ലോ ഈ മകൾ ഓരോ പ്രഭാതത്തിലും ദിവ്യബലിക്ക് വരുന്നത്. പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഇവൾക്ക് നഷ്ടപ്പെട്ടത് ഇവളുടെ മുടിയാണല്ലോ. ഇവൾ അപമാനിക്കപ്പെട്ടിരിക്കുന്ന കർത്താവേ, ഇവൾ അപമാനിക്കപ്പെടാൻ പാടില്ല, ഇവൾ ബഹുമാനിക്കപ്പെടണം. കാരണം ഇവൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനാണ് എന്നും പള്ളിയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ അഭിഷേകം നിറഞ്ഞ കരം ഈ മകളുടെ പുറത്തോട്ട് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, മുടി നേരത്തെ ഉണ്ടായിരുന്നത്രയും ഉണ്ടാകട്ടെ. ഒരു കിരികിരാ ശബ്ദം കേട്ടു. കിരികിരി 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 ശബ്ദത്തോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന മുടി പോലെ മുടി വളർന്നു വന്നു. വിശുദ്ധ അന്തോനീസിനെ നമ്മൾ വിളിക്കുന്നത് അത്ഭുത പ്രവർത്തകൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രോഗശാന്തി വരത്തേക്കാൾ കൂടുതൽ വെളിപ്പെട്ട വരമാണ് അത്ഭുത പ്രവർത്തന വരം. നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വരമാണ്, പക്ഷെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം വാരിക്കോരിയിൽ സാമ്പാർ ഒഴിക്കുന്ന പോലെ കൊടുത്തു. ഇഷ്ടം പോലെ ഈ വരം പ്രവർത്തിച്ചു, പലതരത്തിലും ദൈവം പ്രവർത്തിച്ചു. അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ സ്ത്രീയുടെ മുടി നേരത്തെ പോലെയായി. അവൾക്ക് വലിയ സന്തോഷമായി. അവൾ വീട്ടിലോട്ട് ചെന്നു. വൈകുന്നേരം ഭർത്താവ് 4 കാലിൽ വരികയാണ്. വന്ന പാടനെ ചോദിച്ചു, നീ വിഗ് വെച്ചാടി എന്ന് ചോദിച്ചു. എന്ന് വെച്ചാ ഇവളുടെ മുടി നേരത്തെ എത്ര ആയി നിൽക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ഞാൻ മുടി വെട്ടിക്കളഞ്ഞപ്പോ നീ വിഗ് വെച്ച് പള്ളിയിൽ പോയല്ലേ? നാടകക്കാരെ കണ്ട് നീ കള്ളമുടി വെച്ചിട്ട് പള്ളിയിൽ പോയില്ലടി, കാണിച്ചുതരാം നിന്റെ വിഗ്. അങ്ങനെ മുടിയിൽ പിടിച്ച് ഇയാൾ ഒരൊറ്റ വലിച്ചത്. ഇയാൾ വിചാരിച്ചത് ഈ വിഗ് കയ്യിലിരിക്കുമെന്ന്. പക്ഷേ പാവം ഭാര്യ കമുന്നടിച്ച് താഴോട്ട് വീണു. അപ്പൊ ഇയാൾ താഴെ ഇട്ട് ചവിട്ടിയിട്ട് ഈ മുടി വലിച്ചു പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് രക്തം വരുന്നത് ഇയാൾ കണ്ടു. ഇവള് കടന്ന് നിലവിളിക്കുകയാണ്. പെട്ടെന്ന് ഇയാൾ ഈ മുടിയിലെ പിടുത്തം വിട്ടിട്ട് ചോദിച്ചു, സത്യം പറ, നിനക്ക് എന്താണ് സംഭവിച്ചത്? ഇത് വൈപ്പ് മുടിയല്ല, ഇന്നലെ ഞാൻ നിന്റെ മുടി മുഴുവൻ വെട്ടിക്കളഞ്ഞതാ, നിനക്ക് എന്താ സംഭവിച്ചത്? സത്യം പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അച്ചായ, ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയതിനു ശേഷം കർത്താവിന്റെ മുമ്പിൽ ഒത്തിരി ഇരുന്ന് കരഞ്ഞു. അതിനുശേഷം കർത്താവിന്റെ അഭിഷിക്തനായ ആന്റണി അച്ഛനെ കാണാനായിട്ട് പോയി. അദ്ദേഹം കണ്ണുനീരോടുകൂടി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുടി വളർന്നതാന്ന് പറഞ്ഞു. ഉടനെ ഇയാള് 2 കൈയും കൂടെ നെഞ്ചത്തിട്ട് അടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, അപ്പൊ നീ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? ഞാനോർത്ത് നീ ഒരു കഥയായിരിക്കുമെന്നാ വിചാരിച്ചത്. അപ്പൊ നീ സത്യമായിരുന്നല്ലേ? എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അയാൾ മുട്ടിന്മേൽ നിന്നിട്ട് പെട്ടെന്ന് ഉടുപ്പെടുത്തിട്ടിട്ട് അയാൾ പള്ളിയിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ആന്റണി അച്ഛനോട് കർത്താവ് പറഞ്ഞിരുന്നു, അവൻ കുമ്പസാരിക്കാൻ വരും, നീ എങ്ങും പോകരുത്. അങ്ങനെ മേടയുടെ മുമ്പിൽ തന്നെ ഫാദർ ആന്റണി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ഓടി വന്ന് അന്തോനീസ് പുണ്യാളുടെ കാലുകളിലേക്ക് വീഴുകയാണ്. അച്ഛാ, ഈശോ ഒരു കഥയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അത്ഭുതം ഞാൻ കണ്ടു. എൻ്റെ കർത്താവ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കർത്താവിൻ്റെ മകനായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. അദ്ദേഹം നല്ലൊരു കുമ്പസാരം നടത്തുകയും കർത്താവിൻ്റെ മകനായിട്ട് അന്ത്യം വരെ ജീവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹാൻഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്ത്, ഞാൻ 1ാം വർഷം പഠിക്കുന്ന സമയത്ത്, ജോസഫ് ലൂക്കോസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അന്ന് 5ാം വർഷം പഠിക്കുകയാണ്. അദ്ദേഹമാണ് കോളേജ് യൂണിയൻ ചെയർമാൻ. നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ ആള് നിരീശ്വരവാദിയാണ്. ഒരു രക്ഷയില്ല. നിരീശ്വരവാദിയായിട്ട് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് നല്ല കുട്ടിയാണ്, എല്ലാവരെയും സഹായിക്കും, ആരെയും റാഗ് ചെയ്യത്തില്ല, സ്നേഹമാണ്, പക്ഷെ ദൈവവിശ്വാസം ഇല്ല. അങ്ങനെ അദ്ദേഹം ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിലെ സിസ്റ്റർ ഡാഫിനിയും ടീമും ധ്യാനിപ്പിക്കാനായിട്ട് കടന്നു വന്നു. അപ്പോൾ ഇദ്ദേഹം EK നായനാറിനെ കാണാനായിട്ട് അവിടെ പോയതാണ്. കോളേജ് യൂണിയൻ പ്രസിഡന്റാണ്. EK നായനാറിനെ കാണാനായിട്ട് തിരുവനന്തപുരം വരെ ചെന്നതാണ്. അന്ന് ചീഫ് മിനിസ്റ്ററായിട്ട് ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആരോ പറഞ്ഞു, എടാ, ഒരു സിസ്റ്ററും ടീമും ഇവിടെ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പൊ ജോസഫ് ലൂക്കോസ് പറഞ്ഞേ, ഞാനൊന്നും പരത്തുന്നില്ല, എനിക്ക് വിശ്വാസമില്ല. അപ്പൊ പറഞ്ഞില്ല, 5 മിനിറ്റ് വന്നാൽ മതി, നീ പിന്നെ പോകണ്ട, ധ്യാനമൊന്നും കൂടണ്ട. അങ്ങനെ ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ച് ഈ ധ്യാനം നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ സിസ്റ്റർ ഡാഫിനി ക്ലാസ് എടുത്തിട്ട് പുറത്തോട്ട് വരികയാണ്. അപ്പൊ ഈ കൂട്ടുകാരൻ പറഞ്ഞു, സിസ്റ്ററെ, ഇതൊരു ദൈവവിശ്വാസമില്ലാത്ത യുവ ഡോക്ടറാണ്, ധ്യാനം കൂടാനൊന്നും പുള്ളിയെ കിട്ടത്തില്ല. പുള്ളിയുടെ തലയിൽ കൈവച്ച് ഒരു 2 മിനിറ്റ്, 5 മിനിറ്റ് പുള്ളി തല വച്ച് തരികയില്ല, ഒരു 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, മോനെ, നീ മുട്ടുകുത്തുകയൊന്നും വേണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഇരിക്കണോ നിൽക്കണോ? ഞാൻ ഇരുന്നോളാം സിസ്റ്റർ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു. സിസ്റ്റർ തലയിലോട്ട് കൈവച്ചു. പ്രിയപ്പെട്ടവരെ, വെറും 2 മിനിറ്റ് സിസ്റ്റർ പ്രാർത്ഥിച്ചുള്ളൂ. എന്ത് പറ്റുമെന്നറിയാവോ? ഇവന്റെ കണ്ണീന്ന് രണ്ടിന്നും കൂടെ കണ്ണുനീര് ഇങ്ങോട്ട് ഒഴുകുകയാണ്. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ മകന്റെ മേൽ അയക്കണമേ. ഒറ്റ പ്രാർത്ഥന, 1.5 മിനിറ്റ് പോലും നീണ്ടില്ല. ജോസഫിന്റെ 2 കണ്ണീന്നും കൂടെ കണ്ണുനീര് ചാടി.
ജോസഫ് ലൂക്കോസ് അവിടെ നിന്ന് എഴുന്നേറ്റത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ പറഞ്ഞു, സിസ്റ്റർ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ഒരു 110 kV ലൈനിൽ തൊട്ടതുപോലെ കറന്റ് അടിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് യേശുവിനെ വേണം. ഇന്ന് ഡോക്ടർ ജോസഫ് ലൂക്കോസ് ദുബായിലുണ്ട്. അദ്ദേഹം അവിടെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, അനേക വേദികളിൽ പ്രസംഗിക്കുന്നു. ഡോക്ടർ ബാലു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം മാനസാന്തരപ്പെടുന്നത് സിസ്റ്റർ ഡാഫിന് 2 മിനിറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ജോസഫ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ മീ. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകൾ എൻ്റെ മേൽ കരം വെച്ചപ്പോൾ സ്വർഗത്തിലെ പിതാവിന്റെ കരം എൻ്റെ മേൽ വന്നു. ഡോക്ടർ ജോൺ, ഞാനൊരു ധ്യാനം കൂടി അല്ല മാനസാന്തരപ്പെട്ടത്, 1.5 മിനിറ്റ് നീളുന്ന ഒരു കൈവപ്പിലൂടെയാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ കരം എൻ്റെ മേൽ വരണമേ, അങ്ങയുടെ കരം എൻ്റെ മേൽ വരണമേ. 4-മതായിട്ട് യാബസ് പ്രാർത്ഥിച്ചു, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാബസ് 4-മതായിട്ട് ചോദിച്ച കാര്യം എന്ന് പറയുന്നത് സംരക്ഷണമാണ്. ദൈവത്തിന്റെ സംരക്ഷണം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഫാദർ ആർമണ്ടിനെ പരിചയം ഉണ്ടായിരിക്കും. ഇരിട്ടി ധ്യാന കേന്ദ്രത്തിലായിരിക്കും അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു കപ്പുച്ചൻ വൈദികനാണ്. അച്ഛൻ ആദ്യം ശുശ്രൂഷ ചെയ്തിരുന്നത് ഭരണങ്ങാനത്തെ അസീസിയിലാണ്. അവിടെ അച്ഛൻ ശുശ്രൂഷ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന 4 ചേച്ചിമാർ അവിടെ ഉണ്ടായിരുന്നു ടീമിൽ. അവർ 4 പേരും കൂടി ഇരുന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചേച്ചി ഒരു ദർശനം കാണുകയാണ്. നമ്മുടെ അൽഫോൻസാമയുടെ അടുത്തേക്ക് പോകുന്ന മേരിഗിരി ഹോസ്പിറ്റലിന്റെ വളവിൽ വെച്ച് 2 പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ഈ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ അകത്തിരിക്കുന്ന ആർമണ്ട് അച്ഛൻ തെറിച്ച് താഴെ വീണിട്ട് വേറൊരു പ്രൈവറ്റ് ബസ് അച്ഛൻ്റെ വയറിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി അച്ഛൻ മരിച്ച് റോഡിൽ കിടക്കുന്ന ഒരു ദർശനം. ഇവർ 4 പേര് പേടിച്ചുപോയി. ഇവർ പറഞ്ഞു, അയ്യോ നമ്മുടെ അച്ഛൻ വണ്ടി ഇടിച്ച് മരിക്കാൻ പോവാണ്. എന്നിട്ട് ഇവർ 4 പേരും കൂടെ പറഞ്ഞു, കർത്താവ് ഇത് നമ്മളെ കാണിക്കുന്നത് എന്തോ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവര് 4 പേരും കൂടെ ദിവസം 153 മണിക്ക് വന്നു അവരത് ചൊല്ലി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ഇവർ 4 പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്ത ദർശനം ഉണ്ടായി. 2 പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അച്ഛൻ തെറിച്ച് താഴേക്ക് വീഴുന്നു. ഈ സമയത്ത് ആകാശത്തു നിന്ന് 3 ട്യൂബ് ലൈറ്റുകൾ പാഞ്ഞു വരുന്നു. അത് അച്ഛൻ്റെ 3 ഭാഗത്തായിട്ട് നിൽക്കുന്നു. പ്രൈവറ്റ് ബസ് വന്ന് അച്ഛൻ്റെ ലോഹ മാത്രം കീറുന്നു. അച്ഛൻ പൊടിയൊക്കെ തട്ടി എഴുന്നേറ്റ് പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ദൈവം ഇടപെടും. ആരാണ് ഈ 3 ട്യൂബ് ലൈറ്റ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ദൈവം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ആർമണ്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഇങ്ങനെ 1 മാസം മുമ്പ് ഒരു ദർശനം ഉണ്ടായി, ഇപ്പൊ വീണ്ടും കർത്താവ് ഒരു ദർശനം തന്നു, അച്ഛൻ സൂക്ഷിക്കണം കേട്ടോ. അച്ഛൻ പറഞ്ഞു, ഞാനും പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 2 ആഴ്ച കടന്നുപോയി. അച്ഛൻ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് കൃത്യം മേരിഗിരി ഹോസ്പിറ്റലിന്റെ വളവിൽ വെച്ച് 2 പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ബസ് സ്റ്റോപ്പിന്റെ മുൻപിലാണ്. ആർമണ്ടച്ഛൻ തെറിച്ച് താഴെ വീണു. ആളുകളെല്ലാം നിലവിളിക്കാണ്, അച്ഛൻ ഇപ്പം മരിക്കും. കാരണം മറ്റേ പ്രൈവറ്റ് ബസ് വയറ്റിലോട്ട് ടയർ കയറാൻ പോവുക. ആളുകളെല്ലാം കണ്ണു പൊത്തിക്കളഞ്ഞു. പക്ഷേ ആ ബസ് ലോഹ മാത്രം കീറിയിട്ട് അവിടെ നിന്നു. ആരും ട്യൂബ്ലൈറ്റ് കണ്ടില്ല. കാരണം അദൃശ്യനായ ദൈവം അദൃശ്യമായി തന്നെ അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അച്ഛൻ്റെ ലോഹ മാത്രം കീറി അച്ഛൻ അവിടെ നിന്ന് പൊടിയും തെറ്റി എഴുന്നേറ്റ് പോയി. പിന്നീട് അച്ഛൻ വളരെയേറെ വർഷങ്ങൾ വാർദ്ധക്യത്തിലെത്തുന്നത് വരെ ഇരിട്ടി ധ്യാന കേന്ദ്രത്തിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ഞാനിത് പറയുന്നത് നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ ദൈവത്തിന്റെ ജനമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഉച്ചത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. 121-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വചനപ്രഘോഷണം അവസാനിപ്പിക്കുകയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം, യാബസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു,
അവൻ ചോദിച്ചതെല്ലാം ദൈവം അവന് നൽകി. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല സഹോദരങ്ങളും ഇപ്രകാരം വിശ്വസിക്കണം: എൻ്റെ സ്വർഗത്തിലെ പിതാവ് ഞാൻ ചോദിക്കുന്ന അനുഗ്രഹം എനിക്ക് തരും. ഞാൻ എൻ്റെ പിതാവിന് പ്രിയപ്പെട്ട മകനായി ജീവിക്കും, മകളായി ജീവിക്കും. എൻ്റെ പിതാവിനെ വേദനിപ്പിക്കുന്ന സകല പാപങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ധ്യാനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ കർത്താവിൻ്റെ കണ്ണുനീര് തുടച്ചാൽ കർത്താവ് നമ്മുടെ കണ്ണുനീരും തുടയ്ക്കും. കാരണം വചനം പറയുന്നു, നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യും. അപ്പൊ ലോകം മുഴുവനും ആളുകൾ കർത്താവിനെ പാപം ചെയ്ത് വേദനിപ്പിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയണം, ഞാൻ അങ്ങയുടെ കണ്ണുനീര് തുടയ്ക്കും. വെറോനിക്ക കർത്താവിൻ്റെ മുഖം തുടച്ചതുപോലെ നമ്മൾ പറയണം, ഞാൻ ഒരു വിശുദ്ധ ജീവിതം വഴി എൻ്റെ കർത്താവിൻ്റെ കണ്ണുനീര് തുടയ്ക്കും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയും, മോനെ മോളെ, നീ കരയുമ്പോൾ നിന്റെ കണ്ണുനീര് ഞാനും തുടയ്ക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, നിന്റെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, യാബസിനെ പറ്റിയാണ് നമ്മളിന്ന് കേട്ടത്. യാബസിനെ അനുഗ്രഹിച്ച ദൈവത്തെ പറ്റി നമ്മളിന്ന് കേട്ടു. യാബസ് ചോദിച്ച 4 കാര്യങ്ങൾക്കും ദൈവം അത്ഭുതകരമായിട്ട് ഉത്തരം നൽകി. ഇന്ന് രാത്രിയിൽ ലോകത്തിൻ്റെ അനേക സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് മക്കൾ, ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവത്തെ വിളിക്കുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥനാ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും നമുക്ക് ഓർക്കാം. പരിശുദ്ധ മറിയത്തോടൊപ്പം അനേക മക്കൾ കർത്താവിനെ പാടി ആരാധിച്ചു വചനം കേട്ടുകൊണ്ടിരിക്കുക. പിതാവേ, നന്ദി പറയുന്നു. ലോകത്തിൽ അനേകർ അശുദ്ധി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കമ്പ്യൂട്ടറിൻ്റെയും ടെലിവിഷൻ്റെയും മുമ്പിൽ മ്ലേച്ഛതകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ശരീരത്തെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തിരിക്കുമ്പോൾ, മദ്യം കുടിച്ച് ദൈവത്തിൻ്റെ ആലയത്തെ മദ്യാലയമാക്കി മാറ്റുമ്പോൾ, ഇതാ അനേക മക്കൾ ഈ രാത്രിയിൽ പിതാവേ എളിമയോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. 2 കരവും ആകാശത്തേക്ക് ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ ദൈവമക്കളെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ചേ. പിശാചൊന്ന് വിറയ്ക്കട്ടെ, നരകമൊന്ന് കുലുങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ ലോകം മുഴുവനുമുള്ള ലക്ഷക്കണക്കിന് മക്കൾ, അപ്പാ പിതാവേ, 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 എല്ലാ മക്കളും ചേർന്ന് അപ്പനെ വിളിക്കാം. പിതാവേ, പിതാവേ, ലോകം മുഴുവനും ഒന്ന് ചേർന്ന് പിതാവേ, പിതാവേ, ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന പിതാവ്, ജോസഫിന്റെ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന പിതാവ്, സൂസന്നയുടെ നിലവിളി കേട്ട് രക്ഷിച്ച പിതാവ്, ശദ്രാക്ക് മെഷാക്ക് അബേദ്നെഗോയെ രക്ഷിച്ച പിതാവ്, Almighty Father, we praise your holy name. With all the saints in heaven, we declare your glory. You are the mighty, mighty God. We worship you. Come on, everyone. Oh, yes, my Lord. Abba Pidave, Abba Pidave, oh my God, Abba Pidave, Abba Pidave, Pidave. Arumillappa, 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 Arum Sahayikkadilla. ചേർന്ന് പാടാം മക്കളെ, ദൈവമക്കളെ. ആരുമില്ലപ്പാ, അപ്പാ, ആരുമില്ലപ്പാ, ആരും സഹായിക്കാനില്ല.
പിതാവേ, പിതാവേ, ഫാദർ, പിതാവേ, പിതാവേ, പിതാവേ. we love you, Daddy, we love you. We praise you, we kiss you, Daddy. Praise your holy name. യാബസിനെ അനുഗ്രഹിച്ച പിതാവ് ഇന്ന് രാത്രിയിൽ യാബസ് ചോദിച്ച 4 കാര്യങ്ങളും ഇന്ന് തന്ന് നമ്മൾ അനുഗ്രഹിക്കുകയാണ്. പകരം പിതാവിന് നമ്മൾ എന്ത് കൊടുക്കും? പിതാവിന് നമ്മളെ തന്നെ കൊടുക്കാം. എൻ്റെ ശരീരം പിതാവിൻ്റെ ആലയം, എൻ്റെ കണ്ണുകൾ പിതാവിന് ഇഷ്ടമുള്ളത് കാണുന്ന കണ്ണുകൾ, എൻ്റെ നാവ് പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം പറയും, എൻ്റെ ഹൃദയം ദൈവസ്നേഹവും പരിശുദ്ധിയും എളിമയും കൊണ്ട് നിറഞ്ഞു നിൽക്കും. ഞാൻ വചനം ധ്യാനിക്കും, ഞാൻ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കും, ഞാൻ പരിശുദ്ധ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കും, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കും, എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകും, ഞാൻ മദ്യപാനം ഉപേക്ഷിക്കുന്നു, ഞാൻ പുകവലി ഉപേക്ഷിക്കുന്നു, ഞാൻ ഭാര്യയെ തല്ലുന്ന സ്വഭാവം ഉപേക്ഷിക്കുന്നു, വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കുന്നു. പിതാവേ, ഞാൻ അങ്ങയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. പിതാവേ, അങ്ങ് എൻ്റെ കണ്ണുനീര് തുടയ്ക്കണമേ. യാബസിനെ അനുഗ്രഹിച്ച പിതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.